മധ്യപ്രദേശിലെ ഇൻഡോറുകാരനായ ശരത് ദ്രാവിഡിന് ജാമുകളും പ്രിസർവേറ്റീവുകളും തയ്യാറാക്കുന്ന ഒരു കമ്പനിയിലായിരുന്നു ജോലി. മിക്ക ദിവസവും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ശരത് മക്കൾക്ക് കൊടുക്കാനായി ജാമിൻ്റെ ടിന്നുകൾ കയ്യിൽ കരുതും. മകൻ രാഹുലിനായിരുന്നു ജാമിനോട് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. അവൻ ക്രിക്കറ്റ് പരിശീലനത്തിനും പഠനത്തിനുമായി ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുമ്പോഴെല്ലാം അമ്മ പുഷ്പ ജാമിൻ്റെ ടിന്നുകൾ കൂടി ബാഗിൽ വയ്ക്കും. എല്ലാ തവണയും വീട്ടിൽ പോയി വരുമ്പോൾ ജാം കൊണ്ടുവരുന്ന അവനെ കൂട്ടുകാർ കളിയാക്കി ജാമി എന്ന് വിളിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ജാമി എന്ന രാഹുൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വൻമതിലായി മാറി. ദി വോൾ എന്ന് വിളിപ്പേര് നൽകി ക്രിക്കറ്റ് ലോകം രാഹുലിനെ ആദരിച്ചു. ബ്രെഡിൽ പുരട്ടുന്ന ജാം പോലെ മധുരമുള്ളതായിരുന്നു രാഹുൽ ദ്രാവിഡ് എന്ന ക്രിക്കറ്റ് താരത്തിൻ്റെ ജീവിതവും. ക്രിക്കറ്റിൽ നേട്ടങ്ങൾ ഓരോന്നായി സ്വന്തമാക്കിയ രാഹുൽ ഇന്ത്യൻ ടീമിൻ്റെ വിശ്വസ്തനായി മാറാൻ അധികകാലം വേണ്ടി വന്നില്ല. ഇന്ത്യയ്ക്കായി 509 മത്സരങ്ങൾ കളിച്ച ദ്രാവിഡ് കരിയറിൽ 24,208 റൺസും അടിച്ചെടുത്തു. എന്നാൽ ഇന്ത്യൻ ടീമിനൊപ്പം ഒരു ലോക കിരീടം എന്നത് മാത്രം കിട്ടാക്കനിയായി ദ്രാവിഡിൻ്റെ ഉറക്കം കെടുത്തി. 1999 സെമി ഫൈനൽ കാണാതെ പുറത്ത്, 2003 ഫൈനലിൽ ഓസ്ട്രേലിയയോട് തോൽവി, 2007 ഗ്രൂപ്പ് ഘട്ടം പോലും പിന്നിടാതെ പുറത്ത്, 3 തവണയും നിരാശയോടെ തലകുനിച്ച് മടക്കം. 2011 ഫെബ്രുവരിയിൽ ഇന്ത്യ ലോകകപ്പ് കിരീടം നേടിയപ്പോഴാകട്ടെ ദ്രാവിഡ് ടീമിന് പുറത്തുമായിരുന്നു. 2023 പരിശീലകനായി വേഷം മാറിയെങ്കിലും പടിവാതിൽക്കൽ കിരീടം നഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു. ഇപ്പോഴിതാ ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. ഈ സമയത്ത് ഇന്ത്യയുടെ വൻമതിലിന് ആഹ്ലാദം അടക്കി വയ്ക്കാനായില്ല. വിരാട് കോഹ്ലിയിൽ നിന്നും കിരീടം ഏറ്റുവാങ്ങി വാനിലേക്ക് ഉയർത്തുമ്പോൾ ഇതുവരെ പരിചയമില്ലാത്ത ഒരു ദ്രാവിഡിനെ ആരാധകർ കണ്ടു. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ അദ്ദേഹം കിരീടമുയർത്തി ആർത്തു വിളിച്ചു. നീണ്ടകാലത്തെ കാത്തിരിപ്പിൻ്റെ മുഷിപ്പുകളെല്ലാം ആ ആഹ്ലാദ ചിരിയിൽ ഒലിച്ചുപോയി.